ഹലോ. എത്ര വലിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, എത്ര വലുത് ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസും ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്ത് ചിരിച്ചുകൊണ്ട് തന്നെ നടക്കണ ഒരാളെ എനിക്ക് നല്ല പരിചയമുണ്ട്. ആരെന്നറിയാം? ഇപ്പം നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കണ ഈ ഞാൻ തന്നെ. എന്താണെന്നറിയില്ല, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലെ ഏത് സമയത്തും കടന്നു വരാവുന്ന രണ്ട് സംഭവങ്ങൾ എന്താണെന്നറിയാം. ഒന്നെന്ന് പറയുന്നത് അപകടം, അതായത് മരണം അല്ലെങ്കിൽ അങ്ങനെയുള്ള അപകടങ്ങൾ. അതുപോലെ പ്രോബ്ലംസ്, എന്ത് പ്രോബ്ലംസ് ഏത് സമയത്തും കടന്നു വരും. നമ്മൾ ചിലപ്പോൾ രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ആയിരിക്കും, ചിരിച്ച് കളിച്ച് പാട്ടൊക്കെ പാടിയൊക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു വലിയ പ്രോബ്ലം വന്ന് നമ്മുടെ തലയിൽ വീഴണം. ചിലപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, എങ്ങനെയായാലും. പക്ഷെ ആ പ്രോബ്ലം ഡീൽ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ പെടണം പാട്. അയ്യോ, ചിലപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ പുറകെ ചിലപ്പോൾ 3-4 ദിവസം തന്നെ നമ്മൾ ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്നതാണ് ഈ രണ്ട് സംഭവങ്ങൾ എന്ന് പറയുന്നത്, അപകടവും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രോബ്ലംസുകളും. അപ്പോൾ എന്തിനേയും നമ്മൾ ഫേസ് ചെയ്യാൻ എപ്പോഴും തയ്യാറായിരിക്കണം. കാരണം ഇതൊക്കെ വരുന്നത് പോലെ തന്നെ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയും. പക്ഷെ ഇതൊന്നും കഴിയാത്തവരാണ് പെട്ടെന്ന് മാനസികാവസ്ഥയൊക്കെ വളരെ മോശമായി ഡിപ്രഷനിലേക്കൊക്കെ പോയി പിന്നെ അവിടുന്ന് സൂയിസൈഡിലേക്കൊക്കെ ചിന്തിച്ച് പെട്ടെന്ന് സൂയിസൈഡ് ആകുമ്പോൾ എളുപ്പമുണ്ട്, പെട്ടെന്ന് ഒരു പ്രോബ്ലംസ് ഡീൽ ചെയ്യണ്ട, ടപ്പേന്ന് കാര്യം കഴിയും, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ വള്ളിക്ക് പുറകെ കിടക്കുന്നവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ കിടന്ന് അനുഭവിക്കേണ്ടി വരും, അത് വേറെ കാര്യം. പക്ഷേ നമ്മുടെ ലൈഫിൽ ഇപ്പം എല്ലാവരും അതെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും 100% ആൾക്കാരും നേരിടേണ്ടി വരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ, ഈ പ്രോബ്ലംസും അതുപോലെ തന്നെ അപകടവും. ഏത് നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനും ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെ ഇരിക്കണം, ഫേസ് ചെയ്യുക തന്നെ വേണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. കാരണം പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. മരണം എന്ന ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ പരിഹരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പ്രോബ്ലംസ്. പക്ഷെ എല്ലാം കൂട്ടിയും ഗുണിച്ചും കിഴിച്ചും ഒക്കെ പോകുമ്പോൾ ഒരു ആൻസർ കിട്ടും, ഒരു റിസൾട്ട് ഉണ്ടാവും അല്ലേ. നമ്മൾ കണക്ക് പോലെയാണ്, എന്തായാലും എന്ത് ചെയ്തു പോയാലും അതിന് അവസാനം ഒരു ആൻസർ ഉണ്ടാവും. ആ ആൻസറിലേക്ക് നമ്മൾ എത്തണം, എങ്കിലല്ലേ നമ്മൾ ജയിക്കുള്ളൂ. കണക്ക് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? എന്തായാലും മാർക്കിട്ട് പോകും. നമ്മൾ പ്രോബ്ലംസ് ഫില്ല് ചെയ്യണനുസരിച്ച് നമുക്ക് മാർക്ക് കിട്ടും. പക്ഷെ നമ്മൾ ലാസ്റ്റ് ഒരു റിസൾട്ടിൽ എത്തിയിട്ട് ആ റിസൾട്ടിനാണ് നമുക്ക് ഫുൾ മാർക്ക്. അവിടെ നമ്മൾ എന്തായാലും എത്തും, അത് എത്തിയേ പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് ലൈഫും എന്ന് പറയുന്നത്. പ്രോബ്ലംസ് ഒക്കെ നമ്മൾ നേരിടണം. പിന്നെ മരണം എന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് അപകടം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ വീര്യം പോലെ ഇരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ മരണത്തിലേക്കായിരിക്കും. ഓക്കെ, അതൊഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ ഡീൽ ചെയ്യണം, ഫേസ് ചെയ്യണം. അപ്പോൾ എന്നെപ്പോലെ ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആരോഗ്യം കുറച്ച് നല്ലതായിരിക്കും. കരഞ്ഞുകൊണ്ട് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്ന് ആരോഗ്യം കൂടെ പോകും. അത്രേ ഉള്ളൂ. എനിക്ക് അത്ര ഉപദേശം നിങ്ങൾക്ക് തരാനുള്ളൂ. ഒരുപാട് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടായിരിക്കാം.